1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപീകൃതമായത്. എനിക്ക് പിന്നിലുള്ള ഈ ബോർഡ് കണ്ടാൽ അറിയാം. ബോഡിമെട്ട് റോഡ് ഓപ്പണിംഗ് ഓൺ 1963 മാർച്ച് 2. അതായത് ഇടുക്കി ജില്ല രൂപീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു റോഡുണ്ടെന്നും ഇവിടെ കുടിയേറ്റമുണ്ടായിരുന്നു ഉള്ളതിൻ്റെ തെളിവാണ് എനിക്ക് മുമ്പ് കാണുന്ന ഈ റോഡ്. എനിക്ക് വലതുവശത്തായി കാണുന്ന ഈ കെട്ടിടങ്ങളാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് ഒഴിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കപ്പോൾ വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ ചേരുകയാണ്. എന്താണ് ഈ വിധിയെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഈ വിധിയെന്ന് പറയുന്നത് തികച്ചും നിർഭാഗ്യകരമാണ്. മാനുഷികമായ പരിഗണന പോലും ഞങ്ങൾക്ക് തരാത്ത രൂപത്തിലുള്ള ഒരു നിയമ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമമുണ്ട്. ഞങ്ങളുടെ ഇത് പരിഗണിക്കണമെന്നുള്ളതാണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ റോഡ് എന്ന് പറയുന്നത് 1960 തമിഴ്നാട്ടിൽ നിന്നുള്ള ബോഡിനായ്ക്കണ്ണൂർ എത്തുന്ന റോഡ് ഓപ്പൺ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൃഷിക്കായിട്ടും മറ്റാവശ്യങ്ങൾക്കുമായി വന്നിരുന്ന ആളുകൾ അരിയും മറ്റ് സാധനങ്ങളും തലച്ചുമടായിട്ട് കൊണ്ടുവരികയും അത് ഈ പൂപ്പാറയിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിൽക്കുകയും ഇവിടെ അങ്ങനെ ചെറിയൊരു ടൗണായി മാറുകയാണ് ചെയ്തത്. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് തന്നെ ഒരു മുറിയിൽ താമസിക്കുകയും അടുത്ത മുറിയിൽ വ്യാപാരം ചെയ്യുകയും ചെയ്തു വന്നിരുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ കാലഘട്ടം മുതൽ ഈ കാലഘട്ടത്തിന് ശേഷമാണ് ആനേറൽ ഡാം നിർമ്മാണം നടക്കുന്നത്. അതിനു മുമ്പ് ഇതൊരു തോടായിരുന്നു. ആനേറൽ ഡാം നിർമ്മാണം നടന്നതിന് ശേഷം അത് പുഴയായി മാറി. അപ്പോൾ റോഡ് വികസിച്ചു. ആ സമയത്തെല്ലാം ഞങ്ങളാലാകുന്ന വിധം ഞങ്ങളെല്ലാം കടകൾ ചെറുതാക്കിക്കൊണ്ടും സഹകരിച്ചുകൊണ്ടുമാണ് പോകുന്നത്. നാടിൻ്റെ വികസനത്തിനോ റോഡിൻ്റെ വികസനത്തിനോ ഞങ്ങളെതിരല്ല. ഞങ്ങൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു ആയുസിൻ്റെ സമ്പാദ്യം മുഴുവൻ സമ്പാദിച്ചു കൂട്ടി ഒരു ഈ തൊഴിൽ മാത്രമായി ജീവിക്കുന്ന ഏറെ ആളുകളുണ്ട്. ഇത് മലയാളം പ്ലാന്റേഷൻ്റെ പുറമ്പോക്കായിട്ടുള്ള സ്ഥലമാണ്. കുറേയേറെ സ്ഥലങ്ങൾ പട്ടയം കൊടുത്തു. പല കാരണങ്ങൾ കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് ഷോപ്പ് സൈറ്റുകൾക്കോ മറ്റേത് ലൈസൻസ് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയില്ല. 1995 വരെ ബിൽഡിംഗ് ടാക്സ് ഉണ്ടായിരുന്നു. ടാക്സ് കളക്ട് ചെയ്തിരുന്നതാണ് പഞ്ചായത്ത്. അതിനുശേഷം ഞങ്ങൾക്ക് ബിൽഡിംഗ് നമ്പറുകൾ തുടർന്ന് നൽകിയിട്ടില്ല. അതിനെതിരെ ഞങ്ങൾ പരാതികൾ നൽകുകയും നടപടി ഉണ്ടായിട്ടില്ലാത്തതാണ്. ഇനിയും ഞങ്ങളുടെ ജീവിതമാർഗം, ഞങ്ങളുടെ തൊഴിലുകൾ ഇത് മാത്രമാണ്. ആ തൊഴിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം തരണം. ഞങ്ങൾ നാടിൻ്റെ വികസനത്തിനോ റോഡിൻ്റെ വികസനത്തിനോ ഒന്നിനുമെതിരല്ല. ഞങ്ങൾ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത ആളുകളായി മാറുകയാണ്. ഞങ്ങൾ നാളെ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുള്ളതുകൊണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ മരിക്കാറായി കിടക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം ചേരുന്നതാണ് പൂപ്പാറ ടൗൺ. ആ ടൗണിൽ നിന്ന് ഒരു കുടിയിറക്ക് ഞങ്ങൾ കുടിയേറ്റക്കാരാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ച ആളുകളാണ്. ഞങ്ങൾ കുടിയേറിയതാണ്, കയ്യേറിയതല്ല. പുറത്തുനിന്ന് വന്നിട്ടുള്ള ആരും ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് കെട്ടിടം പണിതിട്ടില്ല. ഞങ്ങൾ ഇവിടെ ജീവിച്ച് ഇവിടെ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്, ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അവിടെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പലർക്കും വേറെ ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയാണ്. ഈ 2022 BJPയുടെ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയാണ് ഇത്തരം ഒരു കേസുമായി മുമ്പോട്ട് പോകുന്നത്. അത്തരം ഒരു കേസിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് തികച്ചും എന്താണ് അവരെ ആരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയോ എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അവരുടെ ഭാഗത്തു നിന്നാണ് കേസിന് രണ്ട് വ്യക്തികളുടെ പേരിലാണ്. അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ് രൂക്ഷമായി ഈ നിലയിലേക്ക് എത്തുകയും അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരേ തെറ്റ് ചെയ്ത ആളുകളാണ്, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഒഴിവാകണമെന്നും പറഞ്ഞ് കോടതി ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളത്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് കോടതി 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ഒഴിപ്പിക്കണമെന്നാണ്. അപ്പോൾ കോടതി ലക്ഷ്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും കളക്ടർക്ക് നിവേദനം നൽകുകയും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിയമപരമായിട്ട് ഞങ്ങളിവിടെ ജനിച്ചു വന്ന് ഞങ്ങൾക്ക് ഒരുപാട് നിയമവ്യവസ്ഥകൾ അറിയില്ല. ഞങ്ങൾ ഓരോരുത്തരെ അന്വേഷിച്ച് ഞങ്ങൾ വക്കീലന്മാരെ കണ്ട് ബാക്കി ഇത് ചെയ്തിട്ട് ഞങ്ങളുടെ അറിവ് പോലെ ഞങ്ങളാരും ഇതുപോലൊരു കേസിൽ പെടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുള്ള ആളുകളല്ല. നിയമപരമായി എങ്ങനെ മുമ്പോട്ട് പോകാനാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന നിലയിൽ നിങ്ങൾ തീരുമാനിക്കുന്നത്? അതായത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങളെ ഇറക്കി വിടാൻ ഒരിക്കലും ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരപരിപാടികളാണ് ഞങ്ങൾ മുന്നിക്കണ്ടി ചെയ്യുന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ നടപടിയായിട്ട് ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു ആത്മഹത്യ വക്കിലെത്തിക്കഴിഞ്ഞാൽ അതിന് ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഉത്തരവാദി എന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുകയാണ് ഈ അവസരത്തിൽ. മാത്രവുമല്ല, ഈ ഇടുക്കി ജില്ലയിൽ കേരളത്തിൽ ഒരു സ്ഥലത്തും പുഴയോരത്തില്ലാത്ത ഒരു നിയമ നടപടികൾ പൂപ്പാറയ്ക്ക് മാത്രം ഉണ്ടായാൽ അത് ശക്തമായി ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 6 ആഴ്ച സമയപരിധി തന്നിട്ടുണ്ട്. 6 ആഴ്ച
അതുപോലെ റിവ്യൂ പെറ്റീഷൻ WPC 4224 റിവ്യൂ പെറ്റീഷൻ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ച കേസ് എടുക്കാതിരിക്കെ എന്തുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ രീതിയിലുള്ള ഒരു നടപടി എടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കാരണം ഇത് 1801/2010 ഒരു മൂന്നാർ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട്. അതിൽ പരിസ്ഥിതിവാദികളുണ്ട്. അവരുടെ കപട പരിസ്ഥിതിവാദികളുടെ ഒരു പിന്തുണയോടുകൂടിയാണ് ഇടുക്കി ജില്ലയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. കാരണം ആനറകൾ ഡാം ബോട്ടിംഗ് നിർത്തി, എന്തുകൊണ്ട് മാട്ടുപ്പെട്ടിയും നമ്മുടെ തേക്കടിയുമെല്ലാം ബോട്ടിംഗ് നടക്കുന്നുണ്ട്, അവിടെയെല്ലാം ഒരു നടപടിയില്ലാതെ ആനറങ്ങൾ മാത്രം ബോട്ടിംഗ്. അതുകൊണ്ട് ഈ പൂപ്പാറയ്ക്ക് മാത്രം ഒരു പ്രത്യേക നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ കെട്ടിടങ്ങളാണ് ഒഴിപ്പിക്കാനുള്ള നടപടിയിലേക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് നടപടിയിലേക്ക് കടക്കുന്നത്. എന്ത് വില കൊടുത്തും ഇതിനെ ശക്തമായി നേരിടും എന്നാണ് വ്യാപാരി വ്യവസായികളും നാട്ടുകാരും അതിന് നേതൃത്വമുള്ള ആക്ഷൻ കൗൺസിലും എല്ലാം പറയുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസഫ് സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.